പോകുന്ന വഴി കംപ്ലൈന്റ് ആയെന്നോ? എന്നാ ഒരു കാര്യം ചെയ്, നിങ്ങൾ ടോ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാ. കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞങ്ങൾ വട്ടം കൂടി ഒന്ന് ചിന്തിക്കട്ടെ എന്തോ കംപ്ലൈന്റ് എന്ന്. പിന്നെ ഒരു മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ ശരിയാക്കി തന്നു കഴിയുമ്പോഴേ പുതിയൊരു കംപ്ലൈന്റ് കാണും. അത് നിങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ. മാഡത്തിന് ഏത് ഫോണാ വേണ്ടേ? അയ്യോ, നല്ലൊരു ചോദ്യം. ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോകുന്ന ഫോണെല്ലാം കംപ്ലൈന്റ് ആയിട്ട്, പിന്നെ ഇവിടെ സർവീസിന് വരുമല്ലോ കുറെ ഫോണെല്ലാം, അതിവിടെ കെട്ടിക്കിടന്നിട്ട് നാട്ടുകാർ ആട്ടി ആട്ടി ആട്ടാനായതാ. അയ്യോ മാഡം, നമ്മുടെ ഫോൺസ് എല്ലാം ഉണ്ടല്ലോ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫോൺസാ. അപ്പൊ അങ്ങനൊന്നും താഴെ വീണാലോ ഒന്നും പൊട്ടത്തില്ല കേട്ടോ. നമ്മുടെ ഫോണിന്റെ കേസ്, ചാർജർ, കേബിള്, ഹെഡ്സെറ്റ് പോലും ആട്ട സ്റ്റീൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് താഴെ വീണാലും എടുത്താലും ഒന്നും പൊട്ടിപ്പോത്തില്ല. നിങ്ങൾക്ക് ആ ഫോൺ ഉണ്ടല്ലോ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം, പട്ടിയെ വേണമെങ്കിൽ എറിയാം, പിന്നെ ജിമ്മിന് വരെ ഉപയോഗിക്കുക. അത്രയ്ക്ക് കട്ടിയുള്ള സാധനമാണ്. പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ആട്ട സ്റ്റീലാ. അങ്ങനെയാണെങ്കിൽ മാഡം ഇതെടുത്തോ. ഞങ്ങളുടെ പുതിയ ഫേസ് ലിഫ്റ്റാ, മറ്റേ ആൾട്രോസ് S23 അൾട്ര. വാരിക്കോരി എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ പ്രോസസ്സറും പഴയ ബോർഡും ആയിരിക്കുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം പുതിയതാ. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ചിലപ്പോൾ വലിച്ചോണ്ടിരിക്കുമ്പോൾ നിൽക്കുക, അത്രേ ഉള്ളൂ. സാറേ എന്തായിരുന്നു? ഞാൻ 5 വർഷം മുമ്പേ ഈ ടൊയോട്ടയുടെ ഒരു ഫോൺ എടുത്തായിരുന്നു വീട്ടിൽ. സാർ എന്തെങ്കിലും പ്രശ്നം? അല്ല, പ്രശ്നമൊന്നുമില്ല. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. എനിക്കാണെങ്കിലേ ഒരു പുതിയ ഫോൺ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പുല്ലിനാണെങ്കിൽ ഒരു ലാഗും ഇല്ല, അത് ഒടുക്കത്തെ പെർഫോമൻസ്. അതാണ് സാർ ഞങ്ങൾ ടൊയോട്ട ഫോൺസിന്റെ പ്രത്യേകത. സാറിന് ഇപ്പൊ ആ ഫോൺ മാറണമെങ്കിൽ സാറിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുക. സാറിന്റെ ഭാര്യ സൂപ്പർ ആയിട്ട് ഒരു 5 വർഷം ആ ഫോൺ ഉപയോഗിക്കും. സാറിന്റെ ഭാര്യ 5 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ സാറിന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് കൊടുക്കും. അമ്മയെ 5 വർഷം സ്മൂത്ത് ആയിട്ട് അത് ഉപയോഗിക്കും. എന്നാലും ഞങ്ങളുടെ ടൊയോട്ട ഫോൺസിന് ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് ചെറിയ സർവീസ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി സാറേ. അല്ല, എനിക്കിപ്പോ ഇത് കൊടുക്കണമെന്നുണ്ട്. ഇത് കൊടുത്താലേ കിട്ടും. സാർ എത്ര രൂപയ്ക്ക് ഫോൺ എടുത്തേ? 1 ലക്ഷം രൂപ. എന്നാൽ ഞങ്ങൾ ഇപ്പൊ 80,000 രൂപ തരും ഫോൺ. പിന്നെ ഞങ്ങളുടെ ടൊയോട്ട ഫോൺസിന് ഭയങ്കര റീസെയിൽ വാല്യൂ അല്ലേ സാറേ? എന്റെ ഇപ്പൊ ഇരിക്കുന്ന ഇന്നോവ ഫോൺ ആണ്. എനിക്കൊരു ഫോർച്യൂണർ ഫോൺ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. സാറേ, ഫോർച്യൂണർ ഫോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രീമിയം സെഗ്മെന്റ് വരുന്ന ഫോണാണ്. അപ്പൊ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഒക്കെ കാണുമല്ലോ. കോപ്പുണ്ട്. അല്ല, ഉണ്ട്. ഈ ഇന്നോവ ഫോണിന്റെ സെയിം മദർ ബോർഡ് ഈ ഫോർച്യൂണർ ഫോണിനകത്ത് ഇരുന്ന് ആരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അത് സത്യമാണ് സാർ. പിന്നെന്തോ ഇത്ര റേറ്റ്? പിന്നെ അതിന്റെ ലുക്ക്, പിന്നെ അത് പ്രീമിയം സെഗ്മെന്റിൽ പെടുന്നതാണല്ലോ, അതാണ്. നിങ്ങൾ ചില ഫോണ് ഈ മാരുതി ഫോണുമായിട്ട് ലുക്ക് സിമിലർ ആണല്ലോ. അതൊക്കെ ശത്രുക്കൾ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന സാറേ. ഹലോ, ഒരു 10 ബലോണോ ഫോൺസും 10 പ്രോൺസ് ഫോൺസും നാളത്തേക്ക് കൊടുത്തു വിടണേ, എംപ്ലോയി ഇല്ലാതെ. എൻക്വയറി വന്നിട്ടുണ്ട്. ഓക്കെ സാർ, വെൽക്കം സാർ. നമസ്കാരം. എനിക്കൊരു ഫോൺ വേണമായിരുന്നു. സാർ, നമ്മുടെ മാരുതി ഫോൺസിൽ ഇരിക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയ ഫോൺസ് ആണ്. അതെനിക്കറിയാം. എൻ്റെ പെങ്ങളുടെ കയ്യിരിക്കുന്നത് മാരുതിയുടെ ഒരു ഫോണായിരുന്നേ. പക്ഷെ നിങ്ങളാ തരുന്ന ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ടല്ലോ, അത് കൊള്ളത്തില്ല. അതാണ് ചെറുതായിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോഴേ സ്ക്രാച്ച് ആയി പൊട്ടി അങ്ങ് പോകുമായിരുന്നു. സാർ, അത് ടെമ്പേർഡ് ഗ്ലാസ് അല്ല, അതിന്റെ ഡിസ്പ്ലേ ആണ് സാർ. അത് ശരി. ഉള്ളിത്തൊലിക്കുണ്ടല്ലോ ഇതിന് നല്ല കട്ടി. സാർ, അതിന്റെ കാര്യമുണ്ട് സാർ. കുറഞ്ഞ റേറ്റിൽ തന്നെ നമ്മുടെ ഡിസ്പ്ലേ കിട്ടും. ഏത് പെട്ടിക്കടക വരെ കിട്ടും. അതെനിക്കറിയാം. പക്ഷെ എനിക്ക് പിന്നെ ഇച്ചിരി കൂടെ കട്ടിയുള്ള നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നായിരുന്നു ആഗ്രഹം. സാർ, നമ്മൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട് നെക്സയുടെ കുറച്ച് പ്രീമിയം ഫോൺസ് ഉണ്ട്. അത് നോക്കിയാലോ സാർ. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഫോൺസിനാണ് ഏറ്റവും കൂടുതൽ ചാർജിങ് കപ്പാസിറ്റി ഉള്ളത്. വേറെ ഫോൺസിനും വേറെ കമ്പനിക്കും അത് അവകാശപ്പെടാൻ പറ്റത്തില്ല. അല്ല, ഞാനിത് എടുത്തിട്ടേ എവിടെയെങ്കിലും പോകുമ്പോൾ കംപ്ലൈന്റ് വല്ലതും വന്നാൽ? സാർ, കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ സർവീസ് സെന്റർ ഉണ്ട് സാർ. ആരെ കൊണ്ട് വേണമെങ്കിലും പണിയിപ്പിക്കും. അതാണ് നമ്മുടെ ഫോൺസിന്റെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം, നല്ല ഫോൺ കവർ, നല്ല ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു തരണം. തട്ടി മുട്ടിന്ന് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദികളല്ല, പക്ഷെ നമ്മൾ ശരിയാക്കി തരും. കസ്റ്റമർ സംതൃപ്തിയാണ് നമ്മുടെ സംതൃപ്തി. മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ മൊബൈൽ തന്നെ ഉപയോഗിക്കണം. നല്ല അടിപൊളി പെർഫോമൻസാ. ഈ ആപ്പാവുമ്പോ ഇന്ത്യൻ ബ്രാൻഡിനോടല്ല, ജർമ്മനാ, ജർമ്മൻ. അല്ല, അപ്പൊ റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? റേറ്റ് ഒക്കെ ഇച്ചിരി കൂടിയ എന്താ, ലക്ഷറി ഫീൽ അല്ലയോ. വെളിയിലിറങ്ങിയ 4 ആൾക്കാർ നോക്കും. അല്ല, നിങ്ങൾ ഇടയ്ക്ക് ഇന്ത്യ വിടുവാണെന്നൊക്കെ കേട്ടല്ലോ. അതൊക്കെ ചില പാപ്പരാശികളും പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഇപ്പൊ ഞങ്ങള് പോവാണെങ്കിലും പാർട്സ് ഒക്കെ ഞങ്ങൾ തരും. അല്ല, നിങ്ങളുടെ ഫോണിന്റെ കൂട്ടത്ത് വേറെ ഒരു ഫോൺ കണ്ടല്ലോ, സ്കോഡയുടെ ആണെന്ന് തോന്നുന്നു. അതെന്തോ സംഭവം? അത് നമ്മുടെ ഒരു അനിയൻ തന്നെ, നമ്മുടെ കുടുംബത്തിലല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യും. അല്ല, അപ്പൊ ഈ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? വലിയ സർവീസ് കോസ്റ്റ് ഒന്നും ഇല്ലെന്ന്. ചേട്ടാ, ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റണമായിരുന്നു. മോനെ, ഹെഡ്ലൈറ്റ് മാത്രമായിട്ട് മാറ്റത്തില്ല, ആ ഫുള്ള് ബോർഡായിട്ടേ മാറ്റത്തുള്ളേ. ഒരു 8 ലക്ഷം രൂപ കൊടുത്തടാ. GST കൂട്ടം മറക്കരുതേ. അമ്മേ,
അല്ല എൻ്റെ ഒരു സംശയമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് SUV ഫോൺ മാത്രം ഇറക്കുന്നത്, സെഡാൻ ഫോൺ ഇറക്കത്തില്ല? നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ച് ബോഡി റോളിംഗ് ഒക്കെ വേണം. ആ ഫോൺ നോക്കുമ്പോൾ കുറച്ച് വയറിളകണം, ഛർദ്ദിക്കണം, അതിനൊക്കെ വേണ്ടിയാ ഞങ്ങളുടെ ഫോണിന്റെ പ്രത്യേകത. ഞങ്ങൾ ആരുടെയും കോപ്പി അടിക്കാറില്ല. അയ്യോ അതെനിക്ക് മനസ്സിലായി. നമ്മുടെ താർ ഇറങ്ങിയപ്പോൾ താർ ഫോണെ ചെറിയൊരു സാമ്യം ഉണ്ടായിരുന്നു, ചെറുതായിട്ട്, അത്രയല്ലോ. ഞങ്ങൾ ഇന്ത്യൻ കമ്പനിയാണ്, ഞങ്ങൾക്ക് ആരുടെയും ഹെൽപ്പിന്റെ ആവശ്യമില്ല. ഹലോ അണ്ണാ, ഞങ്ങൾക്ക് ആ ബ്ലേഡ് ബാറ്ററി ഇല്ലേ കുറച്ച് തരണമായിരുന്നു അണ്ണാ. ഞങ്ങൾ ടെസ്റ്റിലൊക്കെ കൊടുത്ത് കുറച്ച് സാധനം കുറവാ ഇപ്പൊ. അണ്ണാ അർജന്റ് അണ്ണാ, ഞങ്ങളുടെ ഫോണിന് പുതിയ ബാറ്ററി ഇറക്കാനായിരുന്നു അണ്ണാ. തരാം. തരുമല്ലോ അണ്ണാ, തരണേ പറ്റിക്കല്ലേ അണ്ണാ? ശരി അണ്ണാ. അണ്ണാ എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. നിങ്ങളുടെ ഫോൺ മേടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, പിറ്റേ ദിവസം വിറ്റ് കഴിഞ്ഞാൽ വില കിട്ടത്തില്ല കേട്ടോ. പാർട്സ് കൊടുക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ അവന്റെ റീസെയിൽ വില ഇറങ്ങിപ്പെടാ. അല്ല അണ്ണാ എന്തിനാണ് ചൂടാവുന്നത്? സർവീസിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇച്ചിരി ചൂടാവും. എന്താണോ സർവീസിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ തെള്ളിയൊക്കെ അടിക്കാനൊക്കെ പായിക്കുന്നത്? അങ്ങനെ എന്താ വേണം? ചൂടാവണ്ട, ചൂടാവും. ഞാനിവിടെ സർവീസിന് വരുന്നില്ല. നീ വരണ്ട, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആരുടെ ഹെൽപ്പും വേണ്ട, കുന്താൻ വേണ്ട, പോടാ. ചേട്ടാ ഞങ്ങൾക്ക് ഫാമിലിക്ക് ഉപയോഗിക്കാൻ ഒരു ഫോൺ വേണമായിരുന്നു. അങ്ങനെ ഒരു ഫോൺ ഉണ്ടല്ലോ, ഏതാ? നിസാൻ മാഗ്നറ്റ്. ആണോ? കൊള്ളാം. അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചു, നല്ല ക്യാമറ ക്ലാരിറ്റി വേണമായിരുന്നു. അങ്ങനെ ഒരു ഫോൺ ഏതായിരിക്കും നല്ലത്? നിങ്ങളുടെ ക്യാമറ ക്ലാരിറ്റി അത് ഇതൊക്കെ നോക്കുമ്പോ പ്രത്യേകത വേണമല്ലേ, സ്പെഷ്യലായിട്ട്. അങ്ങനെയാണെങ്കിൽ നിസാൻ മാഗ്നറ്റ് എടുക്കാം. അത് നിസാൻ മാഗ്നറ്റ് നല്ല ബാറ്ററി ചാർജ് വേണം. അപ്പൊ അത് ഏതുണ്ട് നിങ്ങളുടെ അതിനകത്ത്? അതിന് പ്രത്യേകിച്ച് വേറൊരു ഐറ്റം ഉണ്ട്, അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നിസാൻ മാഗ്നറ്റ് തന്നെ ഉണ്ട്. അത് നിസാൻ മാഗ്നറ്റ്. അതിന്റെ വേറെ കളർ വേരിയന്റ് എടുത്താൽ മതി. നല്ല പ്രൊസസ്സർ ഉള്ള ഏതെങ്കിലും ഫോൺ ഉണ്ടോ നിങ്ങൾക്ക്? പ്രോസസറും റാമും ഒക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അതേതാ? പച്ച കളറ് നിസാൻ മാഗ്നറ്റ്. അല്ല നിങ്ങൾക്ക് ഈ ഒരു നിസാൻ മാഗ്നറ്റ് മാത്രം ഫോണേ ഉള്ളോ? എന്റെ പൊന്നു ചേട്ടാ, ബാക്കിയുള്ള ഫോൺസ് എല്ലാം അവര് തിരികെ വിളിച്ചു. അപ്പൊ നമുക്ക് ആകെ ഇപ്പൊ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നിസാൻ മാഗ്നറ്റേ ഉള്ളൂ. അപ്പൊ അത് ഞങ്ങള് പല കളറിൽ അങ്ങ് ഇറക്കും. നിങ്ങൾ ചൈന ഫോണാണെന്നും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുവാ. സാറ് കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ നല്ല ഫോൺസ് ഇറക്കുന്നത് അതും EV ഫോൺസ് ഇറക്കുന്നത് ഞങ്ങൾ ചൈന കമ്പനിക്കാരാ. ഈ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ EV ഫോൺസ് ഇറങ്ങിയത് ആരുടെയാ? ഞങ്ങളുടെയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്. പിന്നെ സാറ് ഞങ്ങളുടെ വിൻസർ ഫോൺ എടുക്കാനാണെങ്കിൽ ഒരു ഇൻഷുറൻസ് 1 ലക്ഷം രൂപ ആകും. അത് മാത്രമല്ല, ടെമ്പേർഡ് ഗ്ലാസും എല്ലാം ഞങ്ങളുടെ അടുത്തുനിന്ന് ഒട്ടിക്കണം. എന്നിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ ഞങ്ങൾ ഫോൺ തരത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സാർ ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രം പൈസ അടച്ചാൽ മതി. അത് നമ്മുടെ ഒരു പോളിസിയാ. അത് മതിയോ? അത് മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബാക്കിയുള്ള കമ്പനീസിന് വിട്ട് സാറ് ഫോൺ എടുക്കാൻ വരുന്നില്ലയോ, എപ്പോൾ വരും, ബുക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച് വിളിക്കത്തില്ലയോ? ഞങ്ങൾ വിളിക്കത്തൊന്നുമില്ല. ഇങ്ങോട്ടൊരു 50 വട്ടം വിളിക്കണം. അപ്പൊ വേണമെങ്കിൽ ഞങ്ങളൊരു ഫോൺ അങ്ങ് തരും.